ഹലോ അജയ്, ട്രോപ്പിക്കൽ ടെറസ് ഗാർഡൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാവുകളെ നിർബന്ധിപ്പിച്ച് കായ്പ്പിക്കുന്ന ഒരു രീതിയെക്കുറിച്ചാണ്. ഇത് ഞാൻ എൻ്റെ അൽഫോൻസോ എന്ന പേരിൽ ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ട്. എപ്പിസോഡ് 4 ആയിരുന്നു. അതിനകത്ത് മാവുകളെ എങ്ങനെയാണ് നിർബന്ധിപ്പിച്ച് കായ്പ്പിക്കുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഒരു ഉദാഹരണത്തിന് പറഞ്ഞാൽ ഇതെൻ്റെ ഒരു അൽഫോൻസോ മാവ് ആണ്. അപ്പോൾ ആ എപ്പിസോഡ് കണ്ടാൽ അറിയാം, മാങ്ങ മുഴുവനും കായ്ച്ച് കിടക്കുന്ന ആ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മാവിനെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ 5 വർഷം ഇത് ഒട്ടും തന്നെ കായ്ച്ചിരുന്നില്ല. 6ാമത്തെ വർഷം 1-2 പൂക്കുലകൾ ഉണ്ടാവുകയും 1-2 മാങ്ങ ഉണ്ടാവുകയും ചെയ്തു. 7ാമത്തെ വർഷമായിട്ടും ഇത് തന്നെയായിരുന്നു ഒരു അവസ്ഥ. അതായത് 1-2 പൂക്കുലകൾ ഉണ്ടാവും, 1-2 മാങ്ങ ഉണ്ടാവും, അങ്ങനെയായിരുന്നു അവസ്ഥ. അപ്പോൾ 8ാമത്തെ വർഷം ഞാൻ ഈ മാവിനെ ഏതായാലും നിർബന്ധിച്ച് കായ്പ്പിക്കാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ഉപയോഗിച്ചൊരു പ്രൊഡക്റ്റാണ് എത്രൽ എന്ന് പറയുന്നത്. എത്രൽ എന്ന് പറഞ്ഞാൽ ഒരു പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റർ ആണ്. ഇത് ആക്ച്വലി ചെയ്യുന്നത് എന്താ വെച്ചാൽ, താൽക്കാലികമായി മാവിൻ്റെ വളർച്ചയെ തൽക്കാലം ഒന്ന് സ്റ്റോപ്പ് ചെയ്യും. എന്നിട്ട് മാവിനെ പുഷ്പിക്കാനുള്ള രീതിയിലേക്ക് അത് മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഗുണം വെച്ചാൽ മാവ് നന്നായിട്ട് പൂക്കുകയും നന്നായിട്ട് കായ്ക്കുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ രീതികളൊക്കെ ഞാൻ ആ എപ്പിസോഡ് 4 വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും കാണണമെങ്കിൽ ആ വീഡിയോ കാണാവുന്നതാണ്. അപ്പോൾ ഇനി ഇന്നത്തെ കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ ഈ മാവ് ഞാൻ കഴിഞ്ഞ മെയ്യിൽ നന്നായിട്ട് ഹാർഡ് പ്രൂൺ ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഹാർഡ് പ്രൂൺ ചെയ്ത മാവിൽ നമ്മൾ ഈ എത്രൽ യൂസ് ചെയ്യണമെന്നില്ല. പക്ഷേ ഇതൊരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഇതിപ്പോൾ ഞാൻ സ്പ്രേ ചെയ്യാൻ പോകുന്നത്. കാരണം ഇത് 8ാമത്തെ വർഷവും 9ാമത്തെ വർഷവും 10ാമത്തെ വർഷവും ഞാൻ ഈ എത്രൽ സ്പ്രേ ചെയ്യുകയും എനിക്ക് നല്ല മികച്ച കായ്ഫലം ലഭിക്കുകയും ചെയ്തു. അപ്പോൾ ഇത് ചെയ്യേണ്ട രീതി എന്താണെന്ന് പറയാം. കഴിഞ്ഞ 3 വർഷങ്ങളിൽ ഞാൻ സെപ്റ്റംബർ 1-ന് 1 ml, ഇപ്പോൾ ഈ എത്രൽ 1 ml 1 ലിറ്റർ വെള്ളത്തിൽ എടുത്തിട്ട് സ്പ്രേ ചെയ്യുകയാണ് ചെയ്തത്. അന്ന് മാവ് വളരെ പടർന്ന് പന്തലിച്ച് നിൽക്കുകയായിരുന്നു. ഇതിപ്പോൾ അടുത്ത വീട്ടിലേക്ക് ആ മാവ് പോവുകയും അതേമാതിരി അപ്പുറത്തെ ഇലക്ട്രിക് ലൈനിലോട്ടൊക്കെ മാവ് പോവുകയും ചെയ്ത് തുടർന്നാണ് ഇത് ഹാർഡ് പ്രൂൺ ചെയ്യേണ്ടി വന്നത്. അപ്പോൾ അങ്ങനെയുള്ള മാവിന് 5 ml 5 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് സെപ്റ്റംബർ 1-ന് സ്പ്രേ ചെയ്യുകയും പിന്നീട് സെപ്റ്റംബർ 15 അതായത് 15 ദിവസത്തിന് ശേഷം വീണ്ടും 1 ml 1 ലിറ്റർ എന്നുള്ള കണക്കിൽ 5 ml 5 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് മാവ് നന്നായിട്ട് കുളിപ്പിച്ച് സ്പ്രേ ചെയ്തു. എന്ന് പറഞ്ഞാൽ ഇലകളുടെ മുകളിലും താഴിലും തണ്ടിലും എല്ലാം ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കുകയുണ്ടായി. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ആദ്യത്തെ വർഷം, അതായത് 8ാമത്തെ വർഷം ഏകദേശം 100ഓളം മാങ്ങകൾ കിട്ടുകയും 9ാമത്തെ വർഷം ഒരു 150ഓളം ആയിട്ട് അത് ഉയരുകയും കഴിഞ്ഞ വർഷം വളരെ അനുകൂലമായൊരു സീസൺ ആയിരുന്നതുകൊണ്ട് നമുക്ക് ഏകദേശം ഒരു 350 മാങ്ങകളോളം കിട്ടുകയുണ്ടായി. അപ്പോൾ എത്രൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്രത്യേകത എന്താണ് ഞാൻ കണ്ടതെന്ന് പറയാം. അതായത് നമ്മുടെ 2024 ഡിസംബർ തൊട്ട് 2025 മെയ് വരെയുള്ള കാലഘട്ടം മാവുകൾക്ക് വളരെ അനുകൂലമായൊരു കാലാവസ്ഥയായിരുന്നു. അതായത് നവംബറോടുകൂടി മഴ നിൽക്കുകയും പിന്നീട് വളരെ നല്ലൊരു കാലാവസ്ഥ വരികയും എല്ലാ മാവുകളും വളരെ നന്നായിട്ട് പൂക്കുകയും കായ്ക്കുകയും ചെയ്തു. ഇനി നമ്മൾ അതിന് തൊട്ട് മുമ്പത്തെ വർഷം എടുത്താൽ 2023-2024 കാലഘട്ടം എടുക്കുകയാണെങ്കിൽ വളരെ മോശമായൊരു കാലാവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അതായത് ജനുവരി വരെ മഴ പെയ്യുകയും ഈ പൂത്തതെല്ലാം കൊഴിഞ്ഞു പോവുകയും ചെയ്തു. അപ്പോൾ കഴിഞ്ഞ വർഷം എനിക്ക് ഏകദേശം ഒരു 14 മാവുകളോളം പൂത്ത് കിട്ടി. അതായത് ഏകദേശം 20ഓളം മാവുകളാണ് എനിക്കുള്ളത്. അതിൽ 14ഓളം മാവുകൾ കഴിഞ്ഞോളം നന്നായിട്ട് പൂക്കുകയും കായ്ക്കുകയും ചെയ്തു. അതിൻ്റെ വീഡിയോസ് എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിന് മുമ്പത്തെ വർഷം ഏകദേശം ഒരു 25-30% മാവുകളെ കായ്ച്ചുള്ളൂ. അതായത് ഒരു 3-4 മാവേ കായ്ച്ചുള്ളൂ. ആ ഒരു ബുദ്ധിമുട്ടുള്ള സീസണിൽ പോലും നന്നായി കായ്ച്ചൊരു മാവാണ് അൽഫോൻസോ. അപ്പോൾ അതിനകത്ത് ഈ എത്രൽ എന്നുള്ള ഈ ഒരു സ്പ്രേയിങ്ങിന് പ്രാധാന്യം വളരെയധികം ഉണ്ട്. ഇനി നമ്മൾ 2022-2023 കാലഘട്ടം നോക്കിയാൽ അതും മാവുകൾക്ക് വളരെ അനുകൂലമായ കാലഘട്ടമായിരുന്നു. എനിക്ക് ഏകദേശം ഒരു 8-10ഓളം മാവുകൾ ആ സീസണിലും കായ്ച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ എത്രൽ ഉപയോഗിക്കുന്നതിൻ്റെ പ്രത്യേകതകൾ ഞാൻ ഒന്ന് വിശദീകരിക്കാം.
അപ്പോൾ ഈ എതറൽ ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ശരിയായി വളപ്രയോഗം ചെയ്യേണ്ടതുണ്ട്. അത് ഞാൻ പഴയ വീഡിയോയിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഇപ്പം മെയ് മാസം പ്രൂൺ ചെയ്തതിന് ശേഷം പിന്നെ നന്നായിട്ട് നമ്മൾ ജൈവവളം കൊടുത്തു. അതിനുശേഷം ഓഗസ്റ്റ് മാസവും നന്നായിട്ട് വളപ്രയോഗം നടത്തി. ഈ സെപ്റ്റംബർ മാസത്തിൽ NPKയും അതേമാതിരി കാൽഷ്യവും ഒക്കെ കൊടുത്തു. അപ്പം നിലത്ത് നട്ടിരിക്കുന്ന മാവിന് ഇപ്പോൾ നിങ്ങളുടെ ഇപ്പോൾ സ്ഥലം നല്ല ഫലഭൂയിഷ്ടമായ സ്ഥലം ആണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ വളപ്രയോഗം കുറച്ച് മതിയാവും. ഇപ്പോൾ സിറ്റിയിലൊക്കെ ആണെങ്കിൽ പൊതുവെ ടൈൽസ് ഒക്കെ വിരിച്ചിട്ടുള്ളത് കൊണ്ട് നമുക്ക് വളരെ കുറഞ്ഞ ഭാഗത്ത് മാത്രമേ വളപ്രയോഗം നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഞാൻ ധാരാളം NPK ആണ് കൂടുതലും കൊടുത്തിട്ടുള്ളത്. അപ്പം നന്നായി വളപ്രയോഗം ചെയ്തതിന് ശേഷം നമ്മൾ ഈ എത്രൽ സ്പ്രേ ചെയ്യുന്നതിന് മുമ്പേ ആ മരത്തിൻ്റെ ചോട്ടിൽ ഇപ്പോൾ വല്ല ചെടികളൊക്കെ നട്ടിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കവർ ചെയ്യണം. ഇപ്പോൾ ഇവിടെ താഴെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, താഴെയൊക്കെ നമ്മൾ ഇലച്ചെടികൾ നട്ടിട്ടുണ്ട്. അപ്പോൾ ഈ സ്പ്രേ ചെയ്യുമ്പോഴേക്കും ഇതൊരു പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റർ ആയതുകൊണ്ട് ആ ചെടികൾക്കോ അല്ലെങ്കിൽ ഇപ്പോൾ ലോൺ ഇട്ടിട്ടുണ്ടെങ്കിൽ ലോണുകൾ മോശമാകാതിരിക്കാനോ ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, നന്നായിട്ട് ആ ഭാഗങ്ങൾ കവർ ചെയ്തിട്ട് വേണം നമ്മൾ സ്പ്രേ ചെയ്യാനായിട്ട്. അപ്പോൾ അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഇനി രണ്ടാമത്തെ ഒരു കാര്യം പറയാനുള്ളത്, ചിലപ്പോൾ ഈ സ്പ്രേ ചെയ്തതിന് ശേഷം ഈവൻ കുറച്ച് പച്ച ഇലകൾ പോലും കുറച്ച് കൊഴിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട്. അതൊരു ചെറിയൊരു റിയാക്ഷനാണ്, പക്ഷെ നമുക്കത് പേടിക്കേണ്ടതില്ല. അത് കുറച്ച് കൊഴിഞ്ഞു പോവും. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മാവിൻ്റെ തണ്ടുകളിൽ ചെറിയ ചെറിയ മുഴകൾ പോലെയും ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു പക്ഷേ ഇതിൻ്റെ ഒരു റിയാക്ഷൻ ആയിരിക്കും. എന്നാലും ഇതൊന്നും ഒരു പ്രോബ്ലം ഇല്ല. കഴിഞ്ഞ 3 വർഷം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഈ എത്തറൽ യൂസ് ചെയ്തിട്ടാണ് ഈ മാവിനെ കായ്പ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം നിങ്ങളുടെ പൊതുവെ നന്നായിട്ട് കായ്ക്കുന്ന മറ്റ് മാവുകളിലൊന്നും ഈ എത്തറൽ സ്പ്രേ ചെയ്യേണ്ടതില്ല. അത് സാധാരണഗതിയിൽ തന്നെ കായ്ച്ചോളൂ. അപ്പോൾ ഒട്ടും കായ്ക്കാതെ നിൽക്കുന്ന മാവുകളും അതേസമയം വളരെ കുറഞ്ഞ പൂക്കളും വളരെ കുറഞ്ഞ കായ്ഫലം തരുന്ന ഒരു ചെടികളിൽ മാത്രമേ ഈ എത്തറൽ ഉപയോഗിക്കേണ്ടതുള്ളൂ. പിന്നെ 1 ml 1 ലിറ്റർ എന്നുള്ള വെള്ളത്തിലാണ് മിക്സ് ചെയ്യേണ്ടത്. ഒരു കാരണവശാലും ഇതിൻ്റെ ക്വാണ്ടിറ്റി കൂടിപ്പോവാൻ പാടില്ല. അപ്പോൾ ഇനി എങ്ങനെയാണ് ഇത് സ്പ്രേ ചെയ്യുന്നതെന്ന് ഞാൻ വിശദീകരിക്കാം. ഇതിപ്പോൾ ഞാൻ ഒരു 2.5 ലിറ്റർ വെള്ളമാണ് എടുക്കുന്നത്. അതിന് ഇതിൽ 2.5 ml ആണ് എത്തറൽ ഞാൻ ഒഴിക്കുന്നത്. 2.5 ml എടുത്തു. ഇതിപ്പോൾ ആദ്യം 1 ലിറ്റർ വെള്ളത്തിൽ ഒഴിച്ചു. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് നമ്മൾ സ്പ്രേയറിൽ ഒഴിക്കുക. എന്നിട്ടൊരു 1.5 ലിറ്റർ വെള്ളം കൂടി നമ്മൾ ഒഴിക്കണം. അപ്പോൾ നമ്മൾ ഒരു 2.5 ലിറ്റർ വെള്ളത്തിൽ 2.5 ml എത്തറലാണ് ഒഴിച്ചത്. നന്നായിട്ട് ഇതൊന്ന് ഇളക്കുക. എന്നിട്ട് നമുക്ക് സ്പ്രേ ചെയ്യാം. ഇലയുടെ മുകളിലും താഴെയെല്ലാം നന്നായിട്ട് സ്പ്രേ ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ ഈ തളിരില വരുമ്പോൾ ഇതിൻ്റെ ഉപയോഗം കുറയ്ക്കുക. ഇലകളെല്ലാം മൂത്തിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ. പക്ഷെ ഇപ്പോൾ തളിരിലകൾ വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം ഇലകളെല്ലാം നന്നായിട്ട് മൂപ്പ് വന്നതിന് ശേഷം വേണം നമ്മളിത് സ്പ്രേ ചെയ്യാനായിട്ട്. നന്നായിട്ട് ഇലയുടെ മുകളിലും താഴിലും തണ്ടിലും എല്ലാം നമുക്ക് സ്പ്രേ ചെയ്യാം. ഇനി ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് ഞാൻ ഒരു ഡിസംബർ മാസത്തോടെ കാണിക്കുന്നതാണ്. സാധാരണ 2 മാസം കഴിഞ്ഞാൽ ഇതെല്ലാം പൂക്കേണ്ടതാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഒക്ടോബർ 1-നും ഒക്ടോബർ 15-നും 2 തവണയായിട്ട് ഈ എത്തറൽ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ പൊതുവെ നമുക്ക്
ഡിസംബർ 1 നന്നായിട്ട് പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. ഇതാണ് എൻ്റെ കഴിഞ്ഞ 3 വർഷത്തെ അനുഭവം. അപ്പോൾ ഇത് നന്നായിട്ട് എല്ലായിടത്തും സ്പ്രേ ചെയ്യുക. ഈ എതറൽ ചെയ്യുന്നത് ഈ പ്ലാന്റിൻ്റെ ഗ്രോത്ത് താൽക്കാലികമായി നിയന്ത്രിക്കുകയും കൂടുതൽ പൂക്കൾ ഉണ്ടാകാൻ സഹായിക്കുകയും ചെയ്യും, നന്നായി കായ്ക്കുകയും ചെയ്യും. ഇനി ഏതെങ്കിലും കാരണവശാൽ നവംബറിൽ അവസാനം മഴ പെയ്ത് ഈ പൂക്കൾ പോയാലും 1 മാസം ഇടവിട്ട് വീണ്ടും ജനുവരി മാസത്തിൽ വീണ്ടും മാവ് നന്നായിട്ട് പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. അപ്പോൾ ഒരു സീസണിൽ എങ്ങാനും മഴ കൊണ്ട് പൂക്കൾ നഷ്ടപ്പെട്ടാലും 1 മാസത്തെ ഗ്യാപ്പിൽ വീണ്ടും മാവ് പൂക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വളരെ ഉപയോഗപ്രദമായ ഈ ഒരു സ്പ്രേ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെട്ടത് മാവുകളെ എങ്ങനെ നിർബന്ധിതമായി കായ്പ്പിക്കാം, എങ്ങനെ പൂക്കും, എങ്ങനെ കായ്ക്കും എന്നുള്ളതാണ്. ഇത് ഒട്ടും കായ്ക്കാത്ത നിങ്ങളുടെ മാവിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇത് കേരളത്തിൽ കായ്ക്കാൻ സാധ്യതയുള്ള മാവുകളിലായിരിക്കും ഇത് പൂക്കാനും കായ്ക്കാനും സഹായിക്കുക. അല്ലെങ്കിൽ വളരെ കുറച്ച് മാങ്ങ ഉണ്ടാവുന്ന മരത്തിലായിരിക്കും ഇത് സഹായകരമാവുക. അതേസമയം നോർത്ത് ഇന്ത്യൻ വെറൈറ്റീസായ ഇപ്പോൾ ദശേരി, ലങ്കട, അതേമാതിരി ചൗസ പോലെയുള്ള മാവുകൾ ഇപ്പോൾ ഞാൻ UP-യിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളതാണ്, അവിടെ താമസിച്ചിട്ട് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അവിടെ വെച്ചാൽ അതിശൈത്യം വരികയും അതായത് ഡിസംബർ ജനുവരി മാസത്തിൽ കനത്ത ശൈത്യം വന്നിട്ട് ഫെബ്രുവരി മാസത്തിൽ തണുപ്പ് കുറയുകയും സൂര്യപ്രകാശം കൂടി വരുന്ന സമയത്താണ് മാവുകൾ പൂക്കുകയും പിന്നീട് മെയ് ജൂൺ മാസത്തിൽ മാവ് കായ്ക്കുകയും ചെയ്യും. അതുപോലെയുള്ള ക്ലൈമറ്റിലുള്ള മാവുകളിൽ ഈ എതറൽ പ്രയോഗിച്ചു കഴിഞ്ഞാൽ അത് പൂക്കുവോ കായ്ക്കുവോ എന്നുള്ളതൊന്നും ഇതുവരെ പരീക്ഷിച്ച് നോക്കിയിട്ടില്ല. അതുമാതിരി ഓൾട്ടർനേറ്റ് ബെയറിംഗ് ആയിട്ടുള്ള മാവുകളുണ്ട്. ഇപ്പോൾ പൊതുവെ പറയുന്നത് കുറ്റിയാട്ടൂർ ഓരോ വർഷം ഇടവിട്ടാണ് കായ്ക്കുന്നതെന്ന് പറയുന്നത്. അതുമാതിരി ചന്ദ്രക്കാരൻ അങ്ങനെ സ്വഭാവം കാണിക്കുന്നുണ്ട്. അങ്ങനെ ചില മാവുകളുണ്ട്. അത്തരം മാവുകളിൽ എതറൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രയോഗിക്കാവുന്നതാണ്. പിന്നെ എതറൽ ഒരു തവണ യൂസ് ചെയ്താൽ ചിലപ്പോൾ എല്ലാ വർഷവും ചിലപ്പോൾ ഉപയോഗിക്കേണ്ടതായി വന്നേക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു മാമ്പഴക്കാലം എല്ലാവർക്കും ആശംസിക്കുന്നു. അടുത്ത വീഡിയോയിൽ അടുത്ത വിഷയവുമായിട്ട് കണ്ടുമുട്ടാം. ഗുഡ് ബൈ.